ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ രാവിലെ പോയി അലക്കാൻ പോയപ്പോൾ അന്ന് അത്യാവശ്യത്തിൽ കൂടുതലും മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴ കൊണ്ട് അലക്കിയിട്ട് വന്നു. പിന്നെ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം ആട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഈ അപ്പത്തിന് എന്താ പറയണേ, വെള്ളയപ്പം എന്ന് തന്നെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാൻ ചായ കുടിക്കാമെന്ന് ഓർത്തു. പാലെടുത്ത് അടുപ്പത്ത് വെച്ചു, തിളച്ചു, പൊടിയിട്ടു. എനിക്ക് രാവിലെ ഈ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല കേട്ടോ. എനിക്ക് ഒരു ബ്രൂ കോഫി കുടിക്കണം. ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. ഇന്ന് ചായക്ക് നമുക്ക് ബിസ്ക്കറ്റല്ല കേട്ടോ. ഇന്ന് നമുക്ക് ചായക്ക് ഇതെന്താ കുഴലപ്പമാണ്. അപ്പം നമ്മുടെ മാവൊക്കെ റെഡിയാക്കി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നമുക്ക് ഈ കല്ലിന് നിങ്ങൾ ദോശക്കല്ലെന്നല്ലേ പറയണേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ദോശക്കല്ലെന്നാട്ടോ പറയണത്. അപ്പോൾ ദോശക്കല്ലെടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ പുരട്ടി നമ്മുടെ അപ്പം കോരി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തുളതുള വീഴുമോ എന്ന് നോക്കട്ടെ. തുളതുള വീണാലാണ് നമ്മുടെ വെള്ളയപ്പത്തിനൊരു ശേലുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മുടെ അപ്പത്തിന് തുളതുളകളൊക്കെ വീണിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കേട്ടോ. ഈ അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് പോയി കാണണേ കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. എനിക്ക് ഈ അപ്പം ചുട്ട് കഴിഞ്ഞ് ചൂടോടെ കഴിക്കണത് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ അപ്പം ഞാൻ തിരിച്ച് മറിച്ചിടും കേട്ടോ. ഫ്രണ്ടും ബാക്കും ആയിട്ട് അങ്ങനെ ഇടും, അല്ലെങ്കിൽ അതിൻ്റെ അടിവശത്തെ ബ്ലാക്ക് വൈറ്റിലേക്ക് കയറി പിടിക്കാതിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പാത്രങ്ങളൊക്കെ കുറവാണ് കഴുകാൻ. വെള്ളപ്പം അല്ലായിരുന്നോ, അപ്പോൾ അത് കാരണം കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. അതൊന്ന് കഴുകിയെടുത്ത് സെറ്റാക്കണം. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. രാവിലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു മഴയാന്ന്, പക്ഷേ ഇന്ന് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല വെയിലാട്ടോ. ഞാൻ കാണിച്ചു തരാം, നോക്ക്. എൻ്റെ സിറ്റ് ഔട്ട് ഉൾപ്പെടെ വെയിലാണ്. അത് കാര്യമാക്കണ്ട കേട്ടോ. ചിലപ്പോൾ ഇപ്പോൾ തന്നെ മഴ പെയ്യും. എന്നാലും നമ്മുടെ തുണിയൊന്ന് നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് ഉണക്കി ഒന്ന് എടുത്ത് നമുക്ക് ഇടുവാണെങ്കിൽ തുണി ഉണങ്ങി കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് വേഗം പോകാം. നമുക്ക് പാത്രം കഴുകണ്ടേ. നമുക്ക് പാത്രം കഴുകി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാനൊന്ന് പാത്രം കഴുകട്ടെ. അപ്പോൾ നമ്മുടെ പാത്രം എല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് കംഫർട്ടാട്ടോ ഇരുന്ന് പീച്ചിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കംഫർട്ട് ഇങ്ങനെ ഒഴിച്ച് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല സ്മെല്ലാട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാട്ടോ. ഈ അടുക്കള രാവിലെ വൈകുന്നേരം രാത്രിയൊക്കെ ഇങ്ങനെ ഒഴിച്ച് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ അടുക്കളയിലൊക്കെ നല്ല ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ്. പിന്നെ നമുക്കിന്ന് കറിയൊന്നും അത്യാവശ്യം വെക്കേണ്ട. ചിക്കൻ കറി ഇരിപ്പുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു വെജിറ്റേറിയൻ ഒരു തോരൻ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ഹിക്കു എണീറ്റ് വന്നു. ഹിക്കുവിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ കടിഞ്ചായയും വെച്ച് സെറ്റാക്കി. അപ്പോൾ പിന്നെ ചോറ് തിളച്ചിരുന്നു, അരി തിളച്ചു, അത് വാങ്ങി ഞാൻ സെറ്റാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിലേക്കൊന്ന് കയറി ബെഡ്റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊട്ടി വിരിച്ചു. കട്ടിലൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ആക്കണമായിരുന്നു. ഈ ജനലൊക്കെ ഒന്ന് തുടയ്ക്കണം. എല്ലാ വ്യാഴാഴ്ചയും ഞാൻ തുടയ്ക്കുന്നതാണ്. അപ്പോൾ ഈ ജനൽ തുടയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളെ ഇതുവരെയും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ എല്ലാ ജനലും തുടയ്ക്കുന്ന വീഡിയോ എന്തിനാണ് ഇടണേന്ന് ഓർത്തുകൊണ്ട്. പിന്നെ അത്യാവശ്യം നല്ല പൊടിയുണ്ട്. ഞാൻ ഈ ജനലങ്ങനെ തുറക്കാറില്ല. ഈ ഒരു ക്ലീനിങ്ങിന് മാത്രമേ ഞാൻ തുറക്കത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ ഒരു വീടുണ്ട്. വീടിനുപരി ഇതിൻ്റെ മുകളിലൊരു ചുടലയാണോ ചുടലയാണോ എന്താ പറയണതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുണ്ട്. അതായത് ഈ ഹിന്ദുക്കളെയൊക്കെ കൊണ്ടുവന്ന് ഖബറടക്കുന്ന സ്ഥലമാണത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് അങ്ങനെ ഈ ജനൽ അതുകൊണ്ട് തുറക്കാറില്ല. പേടിയൊന്നുമില്ല കേട്ടോ, എന്നാലും ഒരു ചെറിയ പേടി. പിന്നെ ഈ നേരെ കണ്ടോ മതിൽ, ആ മതിലുള്ള കാരണം വലിയ ഇഴജന്തുക്കൾ പാമ്പൊക്കെ അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ജനൽ തുറക്കാറില്ല. വലിയ ഇഴജന്തുക്കൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളറിയില്ലല്ലോ, ഇപ്പം എപ്പോഴും പറയും. അപ്പോൾ നമ്മുടെ ജനലൊക്കെ തുടച്ച് ക്ലീനാക്കി കർട്ടൻ മാറ്റി നമ്മുടെ ബെഡ്ഷീറ്റ് മാറ്റി. എങ്ങനെയുണ്ട് കർട്ടനും ബെഡ്ഷീറ്റും ഏകദേശം ഒന്നിച്ച് വന്നപ്പോൾ രണ്ടും ഒരു കളറായിട്ടോ. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ രണ്ടും ഒരു കളറായത്. പിന്നെ വോയിസ് കൊടുക്കാൻ നേരത്താണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടാറ്റാ.